ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് സെയിൽ ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി സ്നാക്കുമായിട്ടാണ് വന്നത്. നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മൈദയാണ് എടുത്തത്. 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. അതും 2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് 3/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കരിഞ്ജീരകമാണ് ചേർക്കുന്നത്. അത് 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതന്നെ ചേർക്കാം, ഇല്ലെങ്കിൽ കറുത്ത എള്ള് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതുകൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കേണ്ടത്. ഞാനിതിൽ പാൽപ്പൊടിയാണ് ചേർത്ത്. പാൽപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് പാൽ വേണമെങ്കിൽ യൂസ് ആക്കാം. ലൈറ്റ് ചൂടായിട്ടുള്ള പാൽ ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് എനിക്ക് ആവശ്യം വന്നത് 3/4 കപ്പോളം വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചത്. ഇനി നല്ല രീതിയിൽ കുഴച്ചെടുത്തതിന് ശേഷം ഞാനിതിലോട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്നും കൂടെ കുഴച്ചെടുക്കാം. അപ്പോൾ നല്ലോണം സ്റ്റിക്കി പോലത്തെ അങ്ങനെയല്ല വേണ്ടത്, കുറച്ചൊരു ടൈറ്റ് വേണം കേട്ടോ. പിന്നെ നമ്മളെ കയ്യിലൊന്നും ഒട്ടാൻ പാടില്ല. നമ്മളിതൊന്ന് നന്നായി കുഴച്ച് പരത്തിയെടുക്കേണ്ടതാണ്. ആ ഒരു രീതിയിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ചൊന്ന് ഓയിൽ തടവിട്ട് അടച്ചു വെക്കാം. അപ്പോൾ 1.5-2 മണിക്കൂർ വരെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ഒരു സമയത്ത് നമുക്കിതിൻ്റെ വേണ്ട ഫില്ലിംഗ് എല്ലാം റെഡിയാക്കാം. അപ്പോൾ ഇത് നല്ലോണം പൊങ്ങി വരാനാണ് അങ്ങനെ വെക്കുന്നത്. ഇനി ഇതാ ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ടത്. ഇത് ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ചെറുതാക്കി കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ചേർക്കുന്നത് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഇഞ്ചിയുടെ പൊടിയും വെളുത്തുള്ളിയുടെ പൊടിയും, അത് രണ്ടും 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതുണ്ടായതുകൊണ്ടാണ് ഇത് ചേർക്കുന്നത്. വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റാക്കിയിട്ട് അങ്ങനെ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാനുള്ള മടിയുണ്ട്, ഇങ്ങനെ ഈ ഒരു പൊടി തന്നെ ഇട്ടതാണ്. ഇനി ഞാനിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഇതാ പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് ജസ്റ്റ് എല്ലാം സ്പ്രെഡ് ചെയ്ത് നമ്മൾക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലുള്ള വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടിയാൽ മതി. നല്ലോണം പൊരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ചിക്കനെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാകുമ്പോൾ വേണ്ടത്. നല്ലോണം ഫ്രൈ ആക്കാൻ നിൽക്കണ്ട. ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി ചൂടാറാൻ വെക്കാം. ചൂടാറിയ ശേഷം നമ്മളിതാ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം. നല്ലോണം പൗഡർ പോലെ ആക്കണ്ട, ഒരു കറക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കണം. ഇതാ അപ്പോൾ ചിക്കനെല്ലാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതാ കുറച്ച് ക്യാപ്സിക്കമാണ്, സവാള, പിന്നെ പച്ചമുളക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം നല്ലോണം ചെറുതാക്കണ്ട, വലിയ സൈസും അല്ല, ആ ഒരു രീതിയിൽ നമ്മൾ ഇതാക്കിയിട്ടുണ്ടത്. അപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തത്. പിന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. സവാള അതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തത്, നല്ലോണം പൊടിയായിട്ടല്ല കട്ട് ചെയ്തത്. ഇനി ഇതേ പാനിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഒരു പാനിലോട്ട് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് നമ്മൾ ഈ ഒരു സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സവാളയൊന്നും വഴറ്റിയെടുക്കുന്നില്ല, ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അതിലോട്ട് എല്ലാ സാധനവും പെട്ടെന്ന് ഇടാമെന്ന് കേട്ടോ. അപ്പോൾ അതിലോട്ട് ചേർത്തത് വെളുത്തുള്ളിയാണ്. 3 വെളുത്തുള്ളി ഒന്ന് ചതച്ചതിന് ശേഷം അതൊന്ന് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കിയെടുത്ത് ഇനി ഇതാ പച്ചമുളകാണ് ചേർക്കുന്നത്. 4 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് അത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ഇതാ ക്യാപ്സിക്കമാണ്. അതും കൂടി ചേർത്തിട്ട് ഒന്നും കൂടെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി, ഓവറായിട്ട് വേവിച്ചെടുക്കേണ്ടതല്ല. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മളിതൊന്ന് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇനി ചിക്കനും ഇട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. നമ്മളിതെല്ലാം വേവിച്ചെടുക്കുന്നില്ല, നല്ലോണം ഫ്രൈ ആക്കി എടുക്കുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സാക്കി കിട്ടിയാൽ തന്നെ മതി. നന്നായി ചിക്കനൊക്കെ ഇട്ട് മിക്സായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ സവാളയിലൊന്നും ഉപ്പ് ചേർത്തില്ല, നമ്മൾ ആ ചിക്കനിൽ മാത്രമാണ് ഉപ്പ് ചേർത്തത്. അപ്പോൾ ഒന്ന് ഉപ്പ് മൂടിയിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതാ സോയാ സോസാണ്. അത് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ടൊമാറ്റോ കെച്ചപ്പ് ഒരു ടേബിൾ സ്പൂണാണ് ചേർത്തത്. പിന്നെ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാം. അതിന് പകരമായിട്ടാണ് ഞാൻ മുളക് ചേർത്തത്. മുളക് ചേർക്കുന്നെങ്കിൽ ചില്ലി സോസ് ചേർക്കണമെന്നില്ല കേട്ടോ.
ഇനി ഇതാ ഇതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവ് നോക്കിയിട്ട് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 ടീസ്പൂൺ ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക. ഇനി നമ്മളിതാ ഫ്ലെയിം ഓഫാക്കി ആ ഒരു സമയത്ത് ഇതാ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മാവെല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓരോ ഉരുളകളായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് നല്ലോണം ലൂസാവാൻ പാടില്ല കേട്ടോ, ചെറുതായിട്ടൊരു ടൈറ്റ് വേണം. ചപ്പാത്തി മാവ് പോലെ അത്രയും ടൈറ്റും പാടില്ല. ആ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ ഒരു പീസ് എടുത്ത് നമ്മൾക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നല്ലോണം തിന്നാക്കാൻ പാടില്ല, ചെറിയൊരു തടിയിലാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ഇനി അതിൻ്റെ ഒരു സൈഡായിട്ട് നമുക്ക് ഈ ഒരു മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്നാക്കിന് ആ ഒരു ഷേപ്പ് വരണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ ഫില്ല് ചെയ്യണം കേട്ടോ. അപ്പോൾ അതാ 2 സൈഡും നമ്മൾ മസാല വെച്ച് കൊടുക്കാം. മസാല വെക്കുമ്പോൾ നല്ലോണം കുറക്കാൻ പാടില്ല, കുറച്ച് കൂടുതൽ തന്നെ വെക്കണം. ഇത് ബന്ന് പോലെ ഒന്ന് പൊങ്ങി വരുന്നതാണ്. അപ്പോൾ കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറയും കേട്ടോ. അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ മസാല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. 2 സൈഡും ഇതുപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് കത്തി വെച്ച് നടുവ് ഭാഗത്തായിട്ട് കീറി കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിക്കിട്ടാൻ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളതും കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ കത്തി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ ഒരു ഭാഗം ഒന്ന് സ്റ്റിക്കായിട്ട് കിട്ടണം. ഇനി നമ്മളിത് മാറ്റി വെക്കുന്ന ആ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക, അല്ലെങ്കിൽ പൗഡർ ഇട്ട് കൊടുത്താലും മതി. പൗഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഓയിലിൽ പൊടി ഉണ്ടാവും, അതുകൊണ്ട് ഓയിൽ ആയിക്കോട്ടെ ഒന്നും കൂടെ ബെസ്റ്റ്. അപ്പോൾ കത്തി വെച്ച് കട്ട് ചെയ്താൽ ഈ ഒരു രീതിയിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സ്റ്റിക്കാക്കി കൊടുക്കണം. ഇത് നേരെ ഒട്ടിപ്പിടിച്ചില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലോട്ടെല്ലാം ഓയിലാവും, പിന്നെ മസാലയൊക്കെ പുറത്താവും, ആ ഒരു രീതിയിലാവും. അതുകൊണ്ട് തന്നെ നേരെ ഒട്ടി പിടിപ്പിക്കണം. അപ്പോൾ ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്താലും മതി. ഇനി വേറൊരു രീതിയിൽ നോക്കാം. അപ്പോൾ ഇതുപോലെ സൈഡെല്ലാം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഈ ഒരു തടിയിലാണ് കേട്ടോ ഞാൻ പരത്തിയിട്ടുള്ളത്. കുറച്ച് തടിയിൽ വേണം നമ്മളിത് ഉണ്ടാക്കാൻ. എന്നിട്ട് ഇതുപോലെ നല്ല മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു ഭാഗം നമ്മൾ ഒരു പാത്രം കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു ഭാഗം നല്ല സ്റ്റിക്കായിട്ട് നിൽക്കും. അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു സൈഡ് ഭാഗം ഉണ്ടല്ലോ, ആ സൈഡ് ഭാഗത്തിന് നല്ലൊരു ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. സൈഡ് ഭാഗം നല്ലൊരു നീറ്റായിട്ട് നല്ലൊരു ഷേപ്പായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഒരു റൗണ്ടായിട്ടുള്ള അടുപ്പ് കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ആ ഒരു ഭാഗവും നന്നായിട്ട് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓയിലിടുമ്പോൾ ഒന്നും ആവില്ല, നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് അത് കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കണം. ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒന്നും കൂടെ പൊങ്ങി വന്നാലേ നല്ലൊരു ബന്ന് ടൈപ്പ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതങ്ങനെ മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം റെഡി ആയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടാൻ പാടില്ല. നിങ്ങൾ ഓയിൽ നോക്കിയാലും മനസ്സിലാവും, ചെറിയ ചൂടിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ പൊങ്ങി വരാനും അതിൻ്റെ ഉൾഭാഗം നല്ല വെന്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇതാ ചൂടായി കഴിഞ്ഞാൽ നമുക്കൊന്ന് തിരിച്ചിടാം. 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ട് നല്ലൊരു ഗോൾഡൻ കളറാകുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഞാനിത് 2-3 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ആദ്യം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഈ ഒരു സമയത്ത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഈ ഒരു കളറ് ആയപ്പോൾ ഞാനെടുത്തത്. പക്ഷേ ഞാൻ 2ാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഒന്നും കൂടി കളറാക്കാൻ വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ അത് നല്ലൊരു കളറും നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് മാത്രമല്ല കേട്ടോ, നമ്മൾക്ക് കുറച്ച് അട ഉണ്ടാക്കാനുണ്ടായിരുന്നു, പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. ബീഫ് കട്ട്ലറ്റാണിത്. പൊട്ടിപ്പോവാതെ എങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരും കണ്ടുമൊക്കെ. പിന്നെ പഫും കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ വലിയൊരു കമൻറ്റും കൂടി ഇടണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് പുതിയ പുതിയ റെസിപ്പീസ് ട്രൈ ചെയ്യാൻ തോന്നിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല വീഡിയോവുമായി വീണ്ടും വരാം. ബൈ.